കലാസ്നേഹികളെ, പണ്ട് ദീപാവലിക്ക് വാങ്ങിയ വലിയ പടക്കം പൊട്ടിക്കാതെ വെച്ചിരുന്ന് 2025 കൊണ്ടുവന്ന് പൊട്ടിച്ച എങ്ങനെ ഇരിക്കും? അതാണ് ഈ പടം. എന്റെ പൊന്നു കൂട്ടുകാരെ, റോസ്റ്റ് ചെയ്യാൻ പോലും ഒന്നുമില്ലാത്ത ഒരു പടം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. 2019 ചെയ്തു വെച്ച ഈ പുരാവസ്തു 2025 കൊണ്ട് റിലീസാക്കിയത്. സോ ഈ സിനിമ കുറച്ച് കൂട്ടുകാരുടെ ഒരു യാത്രയുടെ കഥയാണ്. മധ്യപ്രദേശിലെ ഖജുരാഹു എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ പോയാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യാം. അതെ ഗൈസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. പണ്ട് 8ാം നൂറ്റാണ്ടിലങ്ങട്ട് അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു. ഈ തള്ളുകഥ വിശ്വസിച്ച് അവിടെ പോവുകയാണ് മുട്ട വെച്ച് ഓംപ്ലേറ്റ് അടിക്കണം നമ്മുടെ അർജുൻ അശോകനും എത്താത്ത കോട്ട് കിട്ട് പറഞ്ഞ ശ്രീനാഥ് ബാസിയും. അത്യാഡംബര വാഹനത്തിലാണ് യാത്രയെങ്കിലും അതിന്റെ അഹങ്കാരമോ തലക്കനമോ ഒന്നുമില്ല. ലാൽ ജോസ് ആണ് നരേഷൻ. മിക്കവാറും ഇത് 2015 ഡബ് ചെയ്ത് വെച്ച സിനിമയായിരിക്കണം. ഇതൊരുത്ത എനിക്ക് സജസ്റ്റ് ചെയ്ത് എന്താണ്, തമ്പുരാനെ നിന്റെ കാൽക്കൽ ഞാൻ വീഴുന്നു. ഇത് OTT കണ്ട് ഞാൻ ആക്രമണത്തിന് ഇരയായി പോയി. കടം പേടിക്കൽ സ്റ്റാറില്ലേ അത്. പിന്നെ ഈ മീൻ വിൽപ്പനക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു പണക്കാരനാണ്. പുള്ളിക്ക് ഒരു ബെൻസ് കാർ വേണം. ഇത് 500 രൂപയും ബാറ്റയും കൊടുത്തുന്ന 2 ജൂനിയർ ആർട്ടിസ്റ്റുകൾ. അത് മിസ്റ്റർ ബാദുഷാനെ കൈക്കൂലി വാങ്ങിച്ചിറക്കിയതായിരിക്കും. ഇയാൾ കുനിഞ്ഞ് ബെൻസിന്റെ ശുക്കാണി നോക്കണം. പിന്നെ ഇത് അവരുടെ ഗ്യാങ്ങിലെ ഏക സ്ത്രീത്വം. പുള്ളിക്കാരി ഭയങ്കര സ്റ്റൈലാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ ഒരു സാധനം കാണിച്ചു തരും. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടിപ്പാടാൻ വരവേ. അത് മാത്രമല്ല, തനി മലയാളി സ്വഭാവം അവള് കാണിച്ചളയും. സീരിയല് കിടന്നു കഴിഞ്ഞാൽ സമയം അങ്ങ് പോയാലോ. ഓരോ സെക്കൻഡിനും ഓരോ കോടി മുണ്ടാണ് വില. അതുകൊണ്ട് അവള് വണ്ടി എടുത്ത് ഇങ്ങനെ കറക്കി തൊട്ടപ്പുറത്തൂടെ പോയി ഒരു റൗണ്ട് അടിച്ച് കറക്കി അവന്മാരെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി ഇങ്ങനെ ബ്രേക്ക് അടിച്ച് നിർത്തും. അത് അവൾക്കൊരു രസം. ഇവളെ കല്ല് പറക്കി എറിയണ്ടേ. പിന്നെ ജോണി ആന്റണി ഉണ്ട് ഇതില്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ജോണി ആന്റണിക്ക് മക്കൾ വല്ലതും ഉണ്ടോ കിട്ടിക്കാൻ? അല്ലെങ്കിൽ പുള്ളിയുടെ ഏതെങ്കിലും മക്കളോ മോനോ അല്ല MBBS പഠിക്കണം, അല്ല വല്ല എഡ്യൂക്കേഷൻ ലോൺ വല്ല എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പടത്തിലും വന്ന് റബ്ബർ ബോൾ കുതിക്കണമെങ്കിൽ കുതിച്ചിട്ടങ്ങ് പോകും. കിട്ടണ ശമ്പളം ഒരു ബാറ്റേ മാച്ചങ്ങ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. പുള്ളിക്കാരൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്നുണ്ട്. അവിടുത്തെ ജോലിക്കാരനാണ് നമ്മുടെ അർജുൻ അശോകൻ. ജോണി ആന്റണി ആണെങ്കിൽ ഒരു സ്വയം പൊങ്ങി മുതലാളി. ഒരു ദിവസം ജോണി ആന്റണി ഇല്ലാത്ത സമയത്ത് ജോണി ആന്റണിയെ പറ്റി അവീതം പറയുന്ന ജോണി ആന്റണി അത് കേട്ടോണ്ട് വന്ന് അത് കണ്ടോണ്ട് വന്ന് ഹരിശ്രീശുവിന്റെ മകന് പിരിച്ചുവിടും. ഇതിന്റെ തിരക്കഥ എഴുതിയവന്റെ തലയ്ക്ക് ഓളമാണ് സത്യം. സാമ്പാറിലെ കഷ്ണങ്ങൾ പോലെ പടത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ ഈ സാമ്പാർ പൊളിച്ചുപോയി ഗൈസ്. എന്റെ സ്വന്തം ക്യാമറയിലേക്ക് വരൂ. ഈ നാക്കും പുറത്തിട്ട് നിൽക്കുന്നു. നാക്കല്ലേ അത്? അത് ബിസ്ക്കറ്റ് കടിച്ചു വെച്ചിരിക്കണേണ്. ഇവനാണ് അടുത്ത കൂട്ടുകാരൻ. ഇവൻ അവിടെ ഒരു കഫയൊക്കെ ഉണ്ട്. ഭാര്യയായിട്ട് പിണക്കത്തിലോ. പിന്നെ ശ്രീനാഥ് ബാസിയുടെ സ്ഥിരം ക്യാരക്ടർ അറിയാലോ. പുള്ളി ഒരു മഹാലോക കോഴിയാണ്. ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് ഫോറിനേഴ്സിനെ വളയ്ക്കുക, അതാണ് അവന്റെ മെയിൻ പരിപാടി. അത് കണ്ട് ജെലിസ് അടിക്കുന്ന കുറച്ച് കൂട്ടുകാർ. അടുത്തവൻ നടുറോഡിൽ ചുണ്ടിൽ ശമ്പും വെച്ച് മീശ ഒരുക്കണ ഇവൻ ആരെന്നറിയാമോ? ഒരു കൂട്ടുകാരനാണ്, കലിപ്പനാണ്. ഇവനാണ് ഖജുരാഹോയിൽ പോയിട്ട് കള്ളക്കഥ ഇറക്കി ഇവന്മാരെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നവൻ. ഇവൻ ട്രിപ്പ് പോയിട്ട് വെള്ളം കുടിക്കാതെ ഇങ്ങ് തിരിച്ചു വന്നു. ഡീഹൈഡ്രേഷൻ തലയ്ക്ക് പിടിച്ച് അവന് പ്രാന്തായതാണ് ഗൈസ്. റോട്ടിൽ കണ്ട് ആരെ എടുത്തിട്ട് ഇടിക്കണം. അപ്പൊ കൂട്ടുകാരി എന്ന് തന്നെ വിളിച്ചോണ്ട് പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് ഗുണം വരുന്നുണ്ട്. ഇത് ആരാ എനിക്ക് ഈ പടം സജസ്റ്റ് ചെയ്തത്? പണ്ടാരടങ്ങാനായിട്ട് കഴിച്ചു പോടി അവിടെ ഇരുന്ന് പോകാതെ. എന്തായാലും ഇവൻ വന്നിരുന്ന് തള്ളുമ്പോ അവൻ ഒരു പേര് ഉപയോഗിക്കും. പേര് ചാർലി. ഒന്നും അല്ല. അങ്ങനെ ചാർലി കാണിച്ച ഖജുരാഹോയുടെ കഥ അവൻ പറയുകയാണ് ഗൈസ്. അവ ഒരു ട്രിപ്പ് പോയപ്പോ വഴിക്ക് വെച്ച് ചാർലിയെ കിട്ടിയെന്ന്. ചാർലി അവനെ കൊണ്ട് ഖജുരാഹോയിൽ പോയി. ഖജുരാഹോ ചെന്നപ്പോ അവിടെ നിറച്ച് ചിലങ്ക. അവിടുത്തെ ചിലങ്കയുടെ പ്രത്യേകത, നമുക്ക് ഇഷ്ടമുള്ള ചിലങ്ക എടുത്ത് കാലിട്ട കുറച്ച് കഴിയുമ്പോ തിരിച്ച് ഊരി വെച്ചിട്ട് വരാം. അങ്ങനെ അവിടെ നിന്ന് അവന് കിട്ടുന്ന ചിലങ്കയാണത് ഇത്. പിന്നെ ഒരു 3-4 പരസ്യമാണ് ഗൈസ്. ആദ്യം ഒരു ജ്വല്ലറിയുടെ പരസ്യം. പെണ്ണിനുള്ളിൽ ഒരു സുന്ദരിയുണ്ട്. അത് കഴിഞ്ഞൊരു മാട്രിമോണിയുടെ പരസ്യം. അച്ഛാ, രഘുമാമന്റെ മകൾക്ക് മലയാളിഷാദി.com നിന്നാണ് കല്യാണം ഉറച്ചത്. മലയാളിഷാദി.com? അത് കഴിഞ്ഞൊരു ഇത് ദന്തന്റെ പരസ്യം. ഇത് അതെ, മറക്കല്ലേ. ഇത് സോപ്പിന്റെ പരസ്യം അല്ല, ഇത് സോപ്പിന്റെ അല്ലല്ല. ഇത് ആയുർവേദത്തിന്റെ പരസ്യമായിരിക്കും. ഏതോ വൈദ്യശാലയുടെ പരസ്യമാണ്. ഉഴിയൊക്കെ ചെയ്യണണ്ട. അങ്ങനെ പരസ്യം കണ്ട നമ്മൾ പിന്നെ കാണുന്നത് ഇവർ ഡിസ്കസ് ചെയ്യണം എങ്ങനെയെങ്കിലും ആ നാട്ടിലോട്ട് പോകണമെന്ന്. അവിടെ ചെന്ന് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച മുമ്പ് ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ വരാല്ല. ഏത് ഭാര്യമാരെ റെന്റിന് കിട്ടുന്ന ഇന്ത്യയിലെ ഒരു നാടോ. അതിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് വോട്ട് മൊത്തം അവിടെ പോയേനെ. അങ്ങനെ അവർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ബൈക്ക് എടുത്ത് ആ യാത്ര തുടരുകയാണ് ഗൈസ്. അങ്ങനെ ഓടി അവരൊരു പഞ്ചാബി ധാബയിലേക്ക് വരും. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഈ സിനിമയുടെ ലക്ഷ്യം എന്തായിരുന്നെന്ന്. വടക്കേ ഇന്ത്യക്കാര് പരമസുന്ദരി എന്നും പറഞ്ഞൊരു സാധനം ഇവിടെ ഇറക്കി വിട്ട് നമ്മൾ മലയാളികളെ കളിയാക്കിയപ്പം നമ്മൾ തിരിച്ചങ്ങോട്ട് കച്ചറ നൈറ്റ്സ് എന്നും പറഞ്ഞൊരു സിനിമ എടുത്ത് നമ്മൾ അങ്ങോട്ട് അവർക്ക് പ്രതികാരം വീട്ടി.
सत श्री अकाल बाबू जी के लिए क्या चाहिए? खाने के लिए चना रोस्ट ये अच्छा है और भटूरे इसके है ना बाद ये भी अच्छा है. ഓ ആ പഞ്ചാബിയെ നോക്കിയാണ് ഈ പഞ്ചാബി എന്നൊക്കെ പറഞ്ഞ പണ്ട് പഞ്ചാബി ഹൗസിൽ നമ്മൾ കണ്ട പഞ്ചാബി അത്രയ്ക്കും പുരാതനമായ ഒരു പഞ്ചാബി. എടാ പഞ്ചാബികളെ കണ്ട ഇപ്പൊ ജെയിംസ് ബോണ്ടിനെ പോലെയാണ് ഇരിക്കുന്നത്. അത്രയ്ക്കും മാറ്റാണ് അവന്മാരെ നാട്ടിൽ ഇപ്പൊ സംഭവിച്ചേക്കണത്. പരംസുന്ദരിയിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾ എപ്പോഴും മുല്ലപ്പൂച്ച് നടക്കണ കണക്കാണ്. നോർത്തിലോട്ട് പോയ പഞ്ചാബികൾ എപ്പോഴും തലയിൽ കെട്ടും കെട്ടി കിടക്കും. കെട്ടും കെട്ടി കിടക്കാൻ അവന്മാർ എന്താ ശബരിമലയിൽ പോണം അതോ ഒരുത്തും പുറകെ കൂടെ പോകണം. എടാ പഞ്ചാബികൾ എല്ലാം ഇങ്ങനെയൊന്നും അല്ല. ഒരു പഞ്ചാബിയെ കാണിക്കാനായിട്ട് എപ്പോഴും കെട്ടും കെട്ടി ഒരു താടിയും വെച്ച് ഒരു ചുരിദാർ ഇട്ട് അവന്മാരെ നിർത്തിക്കണ്ട. ഒരു പഞ്ചാബി പറയണ ഹിന്ദി കേട്ട് അറിയാം അവര് പഞ്ചാബിയാണ് ബംഗാളിയാണ്. എനിവേ ഗസ് എന്തായാലും അവന്മാര് പഞ്ചാബി കൊടുത്ത് 4 കലക്ക് വെള്ളം വാങ്ങിച്ചു കുടിച്ച് അവിടെ കിടന്ന് ചിരിക്കും. അവന്മാരെ പൊട്ടിച്ചിരി കേട്ടതും ചിരി ഇഷ്ടപ്പെടാത്ത ഒരു സീരിയസ് മനുഷ്യൻ ഒരു കന്നഡികനാണെന്ന് തോന്നുന്നു. കന്നഡികനൊന്നും അല്ല, അവന്റെ മോന്ത കണ്ട അറിയാം. എറണാകുളം ഹാർബറിൽ മീൻ വിൽപ്പനയാണ് പണിയെന്ന്. ഇവിടെ വന്ന് ഇരിക്കുകയാണ് കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയിൻ വിട്ട്. സൈഡിൽ ഒരു പാണ്ടിയെ പിടിച്ച് ബോഡി കടായിട്ട് നിർത്തിയേക്കണ്. എനിവേ ചിരി ഇഷ്ടമില്ലാത്ത അദ്ദേഹം ഇവരോടൊന്ന് പറയും കരയാൻ പറ്റൂടാ കണ്ടാറ മോനെ എന്ന് പറഞ്ഞ അവന്മാരെ അവിടെ കിടന്ന് ഇടി ഓടും. അങ്ങനെ നമ്മുടെ തെലുങ്കനെ ഇടിച്ചിട്ട് ബൈക്ക് എടുത്ത് പറന്ന് അവരൊരു കട്ടൻ കുടിക്ക് ഒരു കടയിൽ നിർത്തുമ്പോൾ ഒരുത്തം വന്ന് വഴി ചോദിക്കും. ആ വഴി ചോദിച്ച വണ്ടിയിൽ ഒരുത്തൻ ലോറി വെച്ച് ഉമ്മ വയ്ക്കും. ഗൈസ് അപകടം നടന്ന സ്ഥലത്തെത്തി നമ്മുടെ ടീം ഇവരെ അങ്ങ് രക്ഷിക്കും. ശരിക്കും സിനിമയായിട്ട് യാതൊരു തരം ബന്ധമില്ലാത്തൊരു സീനാണ് ഇത്. ഇതിങ്ങനെ ചുമ്മാ സിനിമ വലിച്ചു കിട്ടാൻ വേണ്ടി ഓരോ സീൻ ഇങ്ങനെ എഴുതി കയറ്റി വെച്ചേക്കാണ്. ഇതൊക്കെ എന്തിനാണ് ഈ സീനൊക്കെ സിനിമ ചെയ്ത് വെച്ചേക്കണത്? എന്ത് ബന്ധമാണ് ഇതുമായിട്ടുള്ളത്? അറ്റ്ലീസ്റ്റ് ആടും ഐരാവതും തമ്മിലുള്ള ബന്ധമെങ്കിലും വേണ്ടേ? അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ച് കിടക്കും. ഈ ഗിറ്റാർ ഇത് ബൈക്കിലൊന്നും ഇവർ വന്നപ്പോ കണ്ടില്ലല്ലോ ഉണ്ടായിരുന്നത്. ഇത് എവിടെ കയറ്റി വെച്ചിരുന്നു? ഗിറ്റാർ ഇവര് പുറകെ പറന്നാടേ വന്നത്. അപ്പോൾ കഥയിൽ ചോദ്യമില്ല. പിന്നെ വേണ്ട ഇവളില്ലേ, ഇവള് ഒരു വ്ളോഗറാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ സിനിമ മധ്യപ്രദേശിന്റെ ഒരു വ്ളോഗാണ് ഗൈസ്. സുജിത് ഭക്തന്റെ ഒരു വ്ളോഗായിട്ട് കണ്ടിരുന്നെങ്കിൽ പോലും ഈ പടത്തിന് അതിനേക്കാളും റീച്ചും വ്യൂവും കിട്ടിയേനെ. ഇവൾ ഇതിലൊരു വ്ളോഗറാണ്. ഇവള് വ്ളോഗ് ചെയ്യണുണ്ടെങ്കിൽ വയറിളകും. പിന്നെ അവിടെ നിന്ന് അവർ വീണ്ടും ഇങ്ങനെ യാത്ര തുടങ്ങും. എന്നിട്ട് വീണ്ടും ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കും. കൂട്ടത്തിൽ ശ്രീനാഥ് ബാസി ദോശക്കടയിൽ നിന്ന് ഒരു സായിപ്പിനെ പോക്കി ജ്യൂസ് കടയിൽ ഇറക്കി വിടും. അതിന്റെ ഇടയിൽ അർജുന അശോകന് പെട്ടെന്നൊരു കളഞ്ഞുപോയ തന്തയും കൊണ്ടാവും. അയാൾ ഈ സ്ഥലത്താണ് താമസിക്കണേന്ന്. അങ്ങനെ കളഞ്ഞുപോയ തന്തയെ കാണാൻ വേണ്ടി ഇവരെല്ലാം കൂടി അങ്ങോട്ട് പോകും. ഇതാണ് തന്ത. ഇങ്ങനെ കളഞ്ഞു പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആ മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട് മിനിമം ഒരു 4 ചിന്ന വീടെങ്കിലും ഇല്ലാതെ അങ്ങനെ പറ്റൂല എന്ന്. അങ്ങനെ അച്ഛനും മോനും കൂട്ടുകാരും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. വർഷങ്ങൾക്ക് ശേഷം തന്നെ കളഞ്ഞിട്ട് പോയ തന്തേനെ കാണുമ്പോൾ മോൻ അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കണ്ടേ എന്തിനാണ് അച്ഛൻ എന്നെ കളഞ്ഞിട്ട് പോയത്? പക്ഷെ ഇവരങ്ങനെയൊന്നുമില്ല. ഇവരൊരു മോഡേൺ ഫാമിലിയാണ്. ഇവര് അച്ഛനും മോനും തമ്മിൽ എന്തോ അഭീതം വല്ലതും ഉണ്ടാടേ. ഒരു നോട്ടത്ര ശരിയല്ലല്ലോ. ഇനിവേ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്ന് കളഞ്ഞു പോയ തന്തയെ കണ്ട മോൻ അച്ഛൻ 2 പെഗ് ഒഴിച്ചെടുത്ത് അച്ഛനെ സന്തോഷിപ്പിക്കും. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു യാത്ര ചെയ്ത് ഒടുവിൽ അവർ ഖജുരാവോയിൽ എത്തുകയാണ്. അപ്പോഴത്തെ ഖജുരാവോ ടെമ്പിളിൽ നാരി നാരി പാട്ടിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു. പിന്നെ അവർ അവിടുത്തെ കാമശില്പങ്ങളെല്ലാം നോക്കി കുറച്ചു നേരം ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് അവരൊരു ഗ്രാമത്തിൽ എത്തുകയാണ്. അവിടുത്തെ മൂപ്പല്ലിന് അവർക്ക് താമസിക്കും, വീടും കുടിക്കാൻ വെള്ളവും കൊടുക്കും. പിന്നെ ഇതിൽ ചന്തുനാഥുണ്ട് എന്തോ നിൽക്കുന്നത്. പുള്ളിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പുള്ളിയുടെ ശബ്ദമാണ്. ഇതിനകത്ത് ഒരുമാതിരി മലയാളം പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കും. അതായത് ഞാൻ പറഞ്ഞില്ലേ പരമസുന്ദരിക്ക് പ്രതികാരം. ഇത് നമ്മള് മൊട്ടയല്ലേ? ഇയാളെ റിപ്പോർട്ടറിൽ ന്യൂസ് വായിക്കാൻ പോയില്ലേ ഇന്ന്? അപ്പൊ കൂടെ സുജയായിരിക്കും അല്ലേ? കൂടെ അത് സുജയല്ലോ ഇത്. അയ്യോ സോറി കേട്ടോ, അത് മൊട്ടയല്ല, മൈ മിസ്റ്റേക്ക്. സംഭവം ഈ മൊട്ട ഒരു വലിയ കോൺക്രീറ്റ് ആണ്, കോർപ്പറേറ്റ് ആണ് ഗൈസ്. പുള്ളി ഇവിടുത്തെ പാവങ്ങളുടെ സ്ഥലമൊക്കെ ഏറ്റെടുത്ത് അവർ സ്വന്തമായിട്ട് ഇവിടെ കൃഷി ഇറക്കിയിട്ട് ലാഭമൊക്കെ ഇവർക്ക് കൊടുക്കാന്നുള്ള പരിപാടിയിൽ വന്നതാണ്. നമുക്കത് മനസ്സിലാവും എങ്ങോട്ടാണ് പോണേ. ഇനി ചന്തു തോന്നിന്റെ 2 മലയാളം നമുക്ക് കേൾക്കാം. അല്ല സമയം കമ്പനിയുടെ കീഴിൽ റിച്ച് ആകും, വലിയ വലിയ വീടുകൾ വരും. എന്ത് നല്ല മലയാളം. ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളை. പിറ്റേ ദിവസം രാവിലെ അവരെ പോലീസ് പിടിച്ചോണ്ട് പോകും. കാരണം ഒന്നും ചോദിക്കരുത്, ഇവിടെ അങ്ങനെയൊക്കെയാണ്. പോലീസ് പിടിച്ചോണ്ട് പോയി അവരെ ചന്തുനാഥ് ഒന്ന് ഇറക്കും. ഇവൻ അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കരുത്. പിന്നെ ഇത്രയും അവരതൊന്നും പോരാഞ്ഞിട്ട് അതിനിടയെ കൂടെ റിഞ്ചു മാത്യുവും കൂടെ അതിനകത്ത് ഒന്ന് കയറും. ഐ മീൻ അമയ മാത്യു. പുള്ളിക്കാരൻ നമ്മുടെ ഷറബുദ്ദീന്റെ ഭാര്യയാണ്. ഇവര് ഡിവോഴ്സ് ആവാനൊക്കെ നിൽക്കുകയാണ്. ഇവര് പടം വരയ്ക്കാൻ വേണ്ടി ഖജുരാവോയിലോട്ട് വന്നതാണ് അത്രേ. ഒരു കേസ് നമുക്ക് പരംസുന്ദരിക്ക് പകരം വീട്ടാം. मेरा नाम ममता। नहीं नहीं, इसको धूप में सुखा के मसाला छिड़क के इसको बहुत प्यार से बनाते हैं. ഇവിടത്തെ പെൺകുട്ടികൾ ഇങ്ങനെയായിരിക്കില്ലേ, ഫുൾ ടൈം നെറ്റിപ്പട്ടോ അതിൽ 2 വലിയ ജുമുക്കയും ഇട്ട് വല്ല ജാമ്പക്കയെ നെല്ലിക്കയെ കൗരിക്കയെ ശൗരിക്കയൊക്കെ പറിച്ച് ഉപ്പിലിട്ട് അത് വിൽക്കാൻ വേണ്ടി പോകും. കേരളത്തിലാണെങ്കിൽ പാല് ഇറക്കണ പെണ്ണ്, തെങ്ങി കയറണ പെണ്ണ്, ചാണകം പറഞ്ഞ കൂടി നിങ്ങൾ കാണിക്കണമായിരുന്നു. എന്നാൽ കറക്റ്റ് നോർത്ത് ഇന്ത്യൻ പെണ്ണായനെ.
പിന്നെ കേസ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോപ്പി സുന്ദറാണ്. പുള്ളി ഈ സിനിമയുടെ പ്രൊജക്ടർ ഓൺ ആക്കിയത് മുതൽ അവസാനം പ്രൊജക്ടർ ഓഫ് ചെയ്യുന്ന വരെ സമയം ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും പാട്ടും ഇങ്ങനെ കുത്തി കേട്ടിട്ടുണ്ട്. അത്രക്ക് എഫേർട്ട് ഇട്ടാണ് പുള്ളി ഇതിനകത്ത് പാട്ടൊക്കെ ചെയ്തേക്കണം. പാട്ട് മാത്രമല്ല ആരെങ്കിലും ഒന്ന് മുക്കിയ പോലും ബിജിഎം ഉണ്ട്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതിന്റെ പ്രൊഡ്യൂസർ പുള്ളിക്ക് അവസാനം വണ്ടിച്ചക്കാണ് കൊടുത്തതെന്ന്. അമ്മാതിരി അണ്ണാത്മാർത്ഥതയിലാണ് ഈ പടത്തിൽ പാട്ടൊക്കെ പണി വെച്ചേക്കണം. അത് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പ്രേമത്തിലാകും. അത് അവളുടെ ബയ്യെ കണ്ടോണ്ട് വരും. ഇവനാണെങ്കിൽ തോക്കൊക്കെ ഉണ്ട് കയ്യിൽ. ഇത് കണ്ട ആരിശമുത്ത് അദ്ദേഹം നേരെ വീട്ടിപ്പോ ഒരു വലിയ ഡബിൾ ബാരൽ തോക്കെടുത്ത് ഒടി തുടച്ച് ഉത്തരത്തിന്റെ മുകളിലോട്ടങ്ങ് എടുത്ത് വെക്കും. എന്നിട്ട് അവന്റെ പെങ്ങൾ അവനങ്ങ് കെട്ടിച്ചു കൊടുക്കും. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ നടന്ന കണ്ട താലമൈക്കാരനുണ്ട് കൈമാറണ കണ്ട. അത് മാത്രമല്ല സ്വന്തമായിട്ട് ഭാര്യയുള്ള നമ്മുടെ ഷറഫുദ്ദീന് വേറൊരു പെണ്ണ് അവന്റെ മോന്തയില് മുളകൂടി വിതറി കൊടുക്കും. സംഭവം ഈ നാട്ടില് ഏതെങ്കിലും പെണ്ണ് അവന്റെങ്കിലും മോന്തയില് മുളകൂടി വിതറി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഭർത്താവായി എന്നാണ് അർത്ഥം. അതായത് കല്യാണം കഴിക്കണമെന്ന്. കല്യാണം കഴിച്ചാൽ പിന്നെ ഈ ആണുങ്ങൾ ഈ നാട് വിട്ട് പോകാൻ പാടില്ല. ആ പെണ്ണിനെ നോക്കി അവിടെ തന്നെ നാടായിരുന്നോണം. പക്ഷെ ഇത് ഷറഫുദ്ദീൻ അബദ്ധം പറ്റിയതാണ്. പുള്ളിക്കാരനെ അവൾ അണ്ണാങ്കുഞ്ഞിനെ കാണിച്ചിരുന്നോണ്ട് പറഞ്ഞ് റൂമിൽ വിളിച്ച് കയറ്റിയിട്ട് മോന്തയില് മുളകൂടി വിതറി കൊടുക്കും. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഇവന്മാരെല്ലാരും കൂടി കെട്ടിട്ട് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പെണ്ണിനെ അവര് പുറത്തു വിടാനും സമ്മതിക്കൂല. അപ്പൊ എന്ത് ചെയ്യും? പെണ്ണിനെ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോകുന്നവർ തീരുമാനിക്കും. അവളാണെങ്കിൽ അണ്ണ വിളിക്കാത്ത താമസം ഞാൻ താ വരണമെന്നും പറഞ്ഞ് നിൽക്കണം. മീൻവെൽ നമ്മുടെ ശ്രീനാഥ് ബാസിയെ കാണാനില്ലല്ലോ. സംഭവം ശ്രീനാഥ് ബാസിയാണെങ്കിൽ നേരത്തെ വന്ന ആ മുട്ടയില്ലേ, മുട്ടയുടെ കൂടെ ഒരു സുജയ വന്നില്ലേ, ആ സുജയെ വളച്ച് അവളുടെ വീട്ടിലാണ്. അപ്പൊ അവനെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ വരും. അവിടെ വരുമ്പോഴാണ് ടെസ്റ്റ് നമ്മുടെ കൊറിയൻ സുജയെ അവിടെ ആരോ പിടിച്ച് കെട്ടിയിട്ടേക്കണം. അതും മറ്റാരുമല്ല കൈസ്, ദേ നമ്മുടെ ഈ മുട്ടയാണ്. മുട്ട ഈ മുട്ടയാണ് ഇതിലെ വില്ലൻ. അണ്ണാ നിങ്ങൾക്ക് വില്ലനാവാനൊന്നും പറ്റൂല. നിങ്ങളെ കണ്ട ഒരു ഡോക്ടർ ലുക്ക് ഉണ്ട്. സ്റ്റെതസ്കോപ്പും കൂടെ കഴുത്തിയിട്ടാണ്. കറക്റ്റ് ഡോക്ടറാണ്. നിങ്ങളാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. വില്ലനാണെങ്കിൽ ഒട്ടും വില്ലത്തറിയില്ല. മുഖത്താണ് എക്സ്പ്രഷൻ പറഞ്ഞെങ്കിൽ നടുവിൽ ആരെങ്കിലും ചവിട്ടി കൊടുക്കണം. സംഭവം നമ്മുടെ മുട്ട കൊറിയൻ സുജയെയും ശ്രീനാഥ് ബാസിനെയും സംഗമിക്കുന്ന സമയത്ത് പിടിച്ച് കെട്ടിയിടും. ഈ പുള്ളിക്കാരന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഖേത്തയും കൂടെ വാങ്ങിച്ചിട്ട് അതിനകത്ത് നിരോധിതമായ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കാനുള്ള പരിപാടിയാണ്. മീൻവേൽ കടത്തിക്കൊണ്ട് പോകാൻ നിന്ന് നമ്മുടെ നായികയുടെ ആങ്ങളുടെ കയ്യിൽ പെടും. പക്ഷെ അവള് കാല് പിടിച്ച് കരഞ്ഞ് മെഴുകുമ്പോ അവൻ വെറുതെ വിടും. പിന്നെന്താണ് ഇതെങ്ങനെയല്ല അവസാനിപ്പിക്കണ്ടേ? പടം ക്ലൈമാക്സിൽ എത്തുകയാണ്. കണ്ട ആ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പിള്ളേർക്ക് ഓട്ടിസം ഒക്കെ വരും. അങ്ങനെ നമ്മുടെ വ്ളോഗർ എന്ത് ചെയ്യും? ഈ വിവരമൊക്കെ വ്ളോഗ് ചെയ്ത് അറിയിക്കും. അങ്ങ് വൈറലാകും. അത് നമ്മുടെ ഹാഷ്മി ഏറ്റെടുക്കും. ഹാഷ്മി ഏറ്റെടുത്ത് വാ തുറന്നാ പിന്നെ അറിയല്ലോ അവിടെ പ്രളയമാണ്. പ്രളയം അത് അങ്ങനെ ഒരു നാഷണൽ സെൻസേഷൻ ആയി. ഹാഷ്മിയുടെ ഒറ്റ നാവിന്റെ തുമ്പത്ത് അത് വലിയ വിഷയങ്ങളായി. മധ്യപ്രദേശ് സർക്കാർ ഇടപെട്ട് വില്ലന്മാരെയൊക്കെ പിടിക്കും, ആ പദ്ധതിയൊക്കെ പൂട്ടിക്കും. ബട്ട് ആ വിഷയത്തിൽ സർക്കാരിന് വേണ്ടി പണിയെടുത്തിരുന്ന നമ്മുടെ ചന്തുനാഥിന്റെ പണിയും പോകും. പുള്ളി ആ നാട്ടിൽ ഇനി നിൽക്കാൻ പറ്റില്ലല്ലോ, അവിടെ പണിയില്ലെന്ന്. അപ്പൊ അവിടെ ജനിച്ചുള്ളതെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. നിനക്ക് അവിടെ മാമിയുടെ വീടൊന്നും ഇല്ലടാ, മാറിപ്പോയി താമസിക്കാനായിട്ട്. അവന് ഇനിയിപ്പോ കേരളത്തിൽ പോയാൽ പറ്റുള്ളൂ ഒറ്റ നിർബന്ധം. പക്ഷെ ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഈ നാട്ടിലെ പെണ്ണുങ്ങളെ വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ തന്നെ അവിടെ ഒരു പുരോഗമനമായ ഒരു ചിന്തയും കൂടി അങ്ങ് സമർപ്പിക്കുകയാണ് നമ്മുടെ ഡയറക്ടർ ബില്ല്. നമ്മുടെ നാട്ടിലെ മെയിൻ തലപ്പാവ് വരും പറയും, മോനെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ, നിങ്ങളൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്നെ കൊണ്ടുപോണ്ടേ മോനെ, എന്നാ മോനെ ഈ പെണ്ണുകളെ നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തോ മോനെ. അങ്ങനെ നമ്മുടെ ചന്തുനാഥിന് മലയാളിയായി പെണ്ണിനെ, നമ്മുടെ ദിവന് മലയാളിയായ മറ്റേ പെണ്ണിനെയും കിട്ടും. അങ്ങനെ അവർ സന്തോഷത്തോടെ നാട് വിടും. നാട്ടിൽ പോയി അവരൊരു കോടതിയുടെ മുന്നിൽ പോയി നിൽക്കും. അവിടെ ഷറഫുദ്ദീനും ഭാര്യയും സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങാന്നും പറഞ്ഞ് നേരെ വരും. എന്ന് വെച്ചാൽ അവര് ഡിവോഴ്സ് ചെയ്യില്ലെന്ന്. അതോടെ ഈ പടം ശുഭം. ഇത്രയും നേരം ഞാൻ ഈ പടത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ തന്നെ എന്റെ ആപ്പീസ് പൂട്ടി. ഇനി എനിക്ക് ഇതിനകത്ത് ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നും വയ്യ ഗൈസ്. പുള്ളി റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രാന്ത് പിടിച്ച പടമൊക്കെ ഇരുന്ന് കണ്ടപ്പോൾ റോസ്റ്റ് ചെയ്യാൻ പോലും ഇതിനകത്ത് ഒന്നുമില്ല. ഈ സംവിധായകന്മാരെ, പ്രൊഡ്യൂസർമാരെ, കഥാകൃത്തുകളെ മിനിമം നിങ്ങൾ മൊണ്ണ സിനിമ എടുക്കുമ്പോൾ അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിനിമയെങ്കിലും ഒക്കെ എടുക്കുക. ഇതിനകത്തൊക്കെ ഒരു തൈരും ഇല്ല. അപ്പൊ ശരി ഗൈസ്, ഞാൻ പോകണം, എനിക്ക് തലവേദന എടുക്കണം. അപ്പൊ അങ്ങനെ ആവട്ടെ, നമ്മൾ ഇനിയും കാണും. Thanks. Love you.